ബാലൻ സിനിമ കണ്ടവരാരും ആ ഒരു ബസ് സ്റ്റോപ്പ് മറന്നിട്ടുണ്ടാവില്ല അല്ലെ? വയനാട് ചേകോടിയിലെ ആ ബസ് സ്റ്റോപ്പ് ഇപ്പോൾ അവിടേക്ക് ഒരുപാട് സന്ദർശകർ എത്തുന്നുണ്ട്. ആ ബസ് സ്റ്റോപ്പ് ആദ്യം ഒന്ന് കാണിക്കാം. ഇത് ബാലൻ സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ബസ് സ്റ്റോപ്പാണ്. ഇവിടെ ചേകാടിയിൽ അങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് ഇല്ല. പക്ഷേ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഇല്ലാത്തത് കൊണ്ടും പിന്നീട് അവിടുത്തെ നാട്ടുകാർ വനം വകുപ്പിൽ നിന്ന് അനുമതി തേടി ഈ ബസ് സ്റ്റോപ്പ് അവിടെ തന്നെ നിലനിർത്താമെന്നൊക്കെ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ ഒരു വിവാദം ഈ ബസ് സ്റ്റോപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എന്താണ് എന്നുള്ളത് കമൽ നമ്മളോട് പറയും. കമൽ പറയൂ. സന്ധ്യ, ബാലൻ എന്ന സിനിമ തിയേറ്ററിൽ ഇപ്പോഴും ഓടുകയാണ്. ആ സിനിമ കണ്ടവരാരും ആ ഒരു ബസ് സ്റ്റോപ്പും കാട്ടുവഴിയും അതുമായി ബന്ധപ്പെട്ട ഒരു ഡയലോഗ് എത്ര വൈകിയാലും അമ്മ വരും. ആ ഡയലോഗ് ആരും മറക്കില്ല, ആ സിനിമ കണ്ടവരാരും. അതോടൊപ്പം ആ ഒരു ബസ് സ്റ്റോപ്പ്, ആ മനോഹരമായ ഒരു കാട്ടുവഴി, വയനാട്ടിലെ വനഗ്രാമമായ ചേകാടിയിലേക്കുള്ള വഴിയിൽ, ചേകാടിയിൽ വെച്ചാണ് ഈ സിനിമ ചിത്രീകരിച്ചത്. ഈ ബസ് സ്റ്റോപ്പ് ഈ സിനിമയ്ക്ക് വേണ്ടി അവിടെ പണിതതായിരുന്നു. വനത്തിലൂടെയുള്ള ഒരു പാതയാണ്, വനത്താൽ ചുറ്റപ്പെട്ട ഗ്രാമമാണ് ചേകാടി. നമ്മളൊക്കെ ഒരുപാട് വാർത്തകൾ ചേകാടിയിലെ നെൽകൃഷിയെക്കുറിച്ചും അവിടുത്തെ പ്രകൃതി ഭംഗിയെക്കുറിച്ചൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അവിടെ ആ കാട്ടുവഴിയിലാണ് ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് പണിത് സിനിമ ചിത്രീകരിച്ചത്. എന്തായാലും ആ സിനിമാ പ്രവർത്തകർ ആ ബസ് സ്റ്റോപ്പ് ഇനി പൊളിച്ച് കളയില്ല എന്ന് നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിരുന്നു. കാരണം അതിലൂടെ ഒരു ഒരു മിനി ബസ്, KSRTC ബസ് പോകുന്ന വഴിയാണ്. അപ്പോൾ അവിടെ ഒരു കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തത് ഗ്രാമവാസികൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഈ വനത്തിനുള്ളിൽ, ചേകാടിയിലും ഈ വനത്തിനുള്ളിൽ താമസിക്കുന്ന ഗോത്ര വിഭാഗക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് അവർക്ക് വേണമായിരുന്നു. അപ്പോൾ ഈ സെറ്റിന് വേണ്ടി നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് അവിടെ നിലനിർത്തും എന്ന് പറഞ്ഞു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ഒരുപാട് വൈറലായി ആ ബസ് സ്റ്റോപ്പ്. അങ്ങോട്ട് സന്ദർശക പ്രവാഹമാണ്, ഒരുപാട് റീൽസ് വരുന്നു. അപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വരികയാണ്. കാരണം നിബിഡ വനമാണ്, ആനയും കടുവയും ഒക്കെയുള്ള വളരെ നിബിഡമായ വനം. അവിടെ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആ ബസ് സ്റ്റോപ്പ് ഇനി നിലനിർത്താൻ പറ്റുമോ എന്നുള്ള ചില പ്രശ്നങ്ങൾ ഉയരുന്നുണ്ട്. ഒരുപക്ഷെ അത് പൊളിച്ചു നീക്കേണ്ടി വരും. വൈറലായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണ്. വന നിയമപ്രകാരം അവിടെ അങ്ങനെ ഒരു നിർമ്മിതി നിലനിർത്താൻ കഴിയുമോ എന്ന സംശയം ഉയരുന്നുണ്ട്. മറ്റൊന്ന്, ഈ ആളുകളുടെ പ്രവാഹം കാരണം പ്രദേശവാസികൾക്ക് ഏതാണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അവരും അതുകൊണ്ട് മടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഒരുപക്ഷെ ഈ വൈറലായ ബസ് സ്റ്റോപ്പ് പൊളിച്ചു നീക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം അത്രയും സ്വസ്ഥതയുള്ള ആളുകൾ സമാധാനമായി ജീവിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക് സന്ദർശക പ്രവാഹം വരികയാണ്. മാത്രമല്ല, ഇതിങ്ങനെ വീഡിയോ ഒക്കെ വൈറലാകുമ്പോൾ വനം വകുപ്പിന് അവരുടെ നിയമങ്ങൾ കർശനമായി പാലിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഒരുപക്ഷെ ഈ വൈറലായ ബസ് സ്റ്റോപ്പ് ഒരു ഓർമ്മയാകും. അത് പൊളിച്ചു നീക്കേണ്ടി വരും എന്നുള്ളതാണ്. വനംവകുപ്പിന്റെ അനുമതി വാങ്ങിയാണ് ഈ ചേകാടിയിലുള്ളവർ ആ ബസ് സ്റ്റോപ്പ് അവിടത്തെ നിലനിർത്താം എന്നൊരു തീരുമാനമൊക്കെ എടുക്കുന്നത്. നമുക്ക് ആ സിനിമ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, അതിമനോഹരമാണ് ആ സ്ഥലം. ആ ബസ് സ്റ്റോപ്പും ആ വഴിയും ആ ഒരു പ്രദേശമൊക്കെ കാണാൻ അതിമനോഹരമാണ്. അതുകൊണ്ടാണ് അവിടെ സന്ദർശകർ കൂടുതലായി എത്തി തുടങ്ങിയതും. പക്ഷേ ഈ ബസ് സ്റ്റോപ്പിന്റെ ഇരുവശവും നിയന്ത്രിത വനമേഖലയാണ്. അവിടെ ഒരുപാട് അപകടങ്ങളും നടന്നിട്ടുണ്ട്. കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്ന സംഭവം ഒക്കെ അവിടെ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വനം വകുപ്പിന് ഇനി നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ സന്ദർശകരുടെ ഒരു ശ്രദ്ധയിലേക്ക് കൂടിയാണ് ഈ കാര്യം എത്തിച്ചത്. നമ്മൾ സാധാരണ പറയുമല്ലേ, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ സ്ഥലം, ഈ ഒളിഞ്ഞു കിടക്കുന്ന ഈ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും താഴെ വരുന്ന കമൻറ്റാണ്, എന്തിനാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണിച്ച് ഒരുപാട് പേര് അവിടെ എത്തി ആ സ്ഥലത്തെ മലിനമാക്കുന്നത്, അവിടെ ഇനി പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും ഒക്കെ നിറയും, ആ സ്ഥലം അങ്ങനെ തന്നെ നിന്നോട്ടെ എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ടല്ലേ. അതുപോലെ തന്നെ ചേകാടിയുടെ ഒരു നിയന്ത്രിത വനമേഖലയാണ് അതിൻ്റെ ഇരുവശങ്ങളും. അപ്പോൾ അവിടേക്ക് ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ പലപ്പോഴും സന്ദർശകർക്ക് അറിയണമെന്നില്ല ഈ വന്യമൃഗങ്ങൾ ഇങ്ങനെ അങ്ങോട്ടൊക്കെ പോകുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ കാട്ടാന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്ന ഒരു സ്ഥലമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേക ഒരു ശ്രദ്ധ വേണം സന്ദർശകർക്ക്. പിന്നെ ഈ ബസ് സ്റ്റോപ്പ് അത് ഇനി അവിടെ നിൽക്കുമോ, അത് പൊളിച്ചു മാറ്റുമോ എന്ന കാര്യമൊക്കെ നമുക്കറിയില്ല. അതിനുള്ള സാധ്യതയും ഉണ്ട്. അതൊക്കെയാണ് കമൽ പറഞ്ഞത്. ശരി.